ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിഡോക്സ് റിയാക്ഷൻ ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് +2 ക്രമീകരിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ തേർഡ് യൂണിറ്റ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം റിഡോക്സ് റിയാക്ഷനിൽ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോ കെമിസ്ട്രി ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി സംബന്ധമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് അതിനെയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അപ്പം നമുക്കതിൽ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ചാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ഡിസ്കഷൻ ടോപ്പിക് ഈസ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളായി നമ്മൾ പൊതുവെ മറ്റ് രണ്ട് പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഗാൽവനിക് സെൽസ് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സോ ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ, അവരെ നമ്മൾ ഗാൽവനിക് സെല്ലുകൾ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ. അപ്പൊ ഗാൽവനിക് സെൽ എന്നോ വോൾട്ടായിക് സെൽ എന്നോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ വിളിക്കുന്ന മറ്റ് രണ്ട് പേരുകളാണ്. അപ്പൊ എന്താണ് ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് വൈദ്യുതിയുടെ ഒരു ഉറവിടമായിട്ട് ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കറണ്ട് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എ സെൽ ഓർ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതാണ് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ. അപ്പൊ കെമിക്കൽ എനർജിയെ, രാസോർജ്ജത്തെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ അങ്ങനെയാണ്. കെമിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി. ഈ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റിഡോക്സ് റിയാക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയാണ്. അപ്പൊ നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ചേർന്ന് ഒരുമിച്ച് നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗാൽവനിക് സെല്ലുകളുടെ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പാർട്ടിലേക്ക് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പറയാം: ഇലക്ട്രോ കെമിക്കൽ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ആസ് എ റിസൾട്ട് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ റിഡോക്സ് റിയാക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുത ഊർജ്ജം ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത്. അവരുടെ മറ്റ് രണ്ട് പേരുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ നടക്കുന്ന എനർജി കൺവേർഷൻ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അതിന്റെ 1-2 എക്സാമ്പിളുകളിലേക്ക് പോവാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾക്ക് പ്രധാനപ്പെട്ട 1-2 എക്സാമ്പിളുകളാണ്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ മെർക്കുറി സെൽ മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള 1-2 കേസുകളാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ ഡ്രൈ സെൽ, മെർക്കുറി സെൽ അങ്ങനെ പറയുന്നു. അപ്പൊ ഈ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ഒക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ ബെസ്റ്റ് എക്സാമ്പിൾസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ നോർമലി എന്താണ് നമ്മുടെ ക്ലോക്കിലും ടോയ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന എവരിഡേയുടെ ഒക്കെ ബാറ്ററി ഉണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഈ ഡ്രൈ സെൽ വിഭാഗത്തിൽ വരുന്നതാണ്. മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ അതിനെ ബട്ടൺ സെൽ എന്ന് പറയാറുണ്ട്. നോർമലി വാച്ചുകളിലും കാൽക്കുലേറ്ററിലും ഒക്കെ അത് കാണപ്പെടാറുണ്ട്. ഡ്രൈ സെൽ എന്ന് പറയുന്നത് ഒരു പൊട്ട് പോലെയുള്ള അല്ലെങ്കിൽ ബട്ടൺ സെൽ എന്ന് പറയുന്നു. അതിനെയാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, ഡാനിയൽ സെൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോ കെമിക്കൽ സെൽ, അതിനെ നമുക്ക് ഗാൽവനിക് സെൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ വോൾട്ടായിക് സെൽ എന്ന് പറയാം. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിഡോക്സ് റിയാക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പുറത്തോട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ കറണ്ട് ആയിരിക്കും. അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു 2 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് മറ്റൊരു എക്സാമ്പിളും കൂടെ, ഡാനിയൽ സെല്ലും കൂടെ ഞാൻ പറഞ്ഞു. ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, ഡാനിയൽ സെല്ലൊക്കെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. അതിൽ ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് നമുക്ക് തുടക്കത്തിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ? എന്തൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത്.
അപ്പോൾ നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ഇലക്ട്രോഡുകളെ പറയാറുണ്ട്. ആ ഇലക്ട്രോഡുകളെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു, ആനോഡെന്നും കാഥോഡെന്നും. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പീസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റലിന്റെ കഷ്ണങ്ങളെയാണ് അല്ലെങ്കിൽ പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അത് തന്നെ ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകൾ ആവശ്യമാണ്. ഇലക്ട്രോലൈറ്റുകൾ അത്യാവശ്യമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ അക്വ സൊല്യൂഷൻ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് നമുക്ക് ഡാനിയൽ സെല്ല് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അതെല്ലാം മനസ്സിലാക്കാം. സോ ഇനി അതുപോലെ തന്നെ ഈ സെല്ലിന് ഒരു വോൾട്ടേജ് ഉണ്ട്. സെല്ലിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു അറേഞ്ച്മെന്റ് ഉപയോഗിക്കാം. അത് പിന്നീട് നമുക്ക് ഡാനിയൽ സെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ അത് വിശദമായിട്ട് പറഞ്ഞുതരാം എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്നുള്ളത്. സോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ റഫായിട്ട് പറയാം. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് ചോദിച്ചാൽ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജ്, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിന്റെ ഡിസ്കഷനിലേക്ക് വരുന്നു. ആദ്യം ഡാനിയൽ സെല്ലിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, അതിന്റെ സൈൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിലേക്ക് വന്നാൽ അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാമറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മളിപ്പോൾ ബോർഡിൽ കാണുന്നത്. അതിലാദ്യം സിങ്കിന്റെ ഒരു റോഡുണ്ട്. ഈ സിങ്കിന്റെ റോഡിനെ ഞാൻ അതിന്റെ ഒരു അക്വ സൊല്യൂഷനിൽ സിങ്ക് സൾഫേറ്റ്, അതായത് അതിന്റെ ഇലക്ട്രോലൈറ്റ് ആണ്, സിങ്കിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആണ് ഈ സിങ്ക് സൾഫേറ്റ്. അപ്പൊ സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു. സോ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതുപോലെ തന്നെ കോപ്പറിന്റെ ഒരു റോഡിനെ, ഒരു മെറ്റാലിക് പീസിനെ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്നു. അപ്പം കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ രണ്ട് സൊല്യൂഷനുകളെയും തമ്മിൽ ഒരു ഇൻവെർട്ട് ഷേപ്പിലുള്ള ഒരു യു ഷേപ്ഡ്, യു എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ ഇൻവെർട്ട് ചെയ്താൽ അത് ഇതുപോലെ ഇരിക്കും, മലയാളത്തിലെ റാ പോലെ ഇരിക്കും. അങ്ങനെ ഒരു ഗ്ലാസ് ലൈക്ക് വെസൽ ഉണ്ട്, അതിനെയാണ്, അല്ലെങ്കിൽ ഗ്ലാസ് ലൈക്ക് അറേഞ്ച്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടഡ് യു ഷേപ്ഡ് ട്യൂബ്, അതായത് യു ഷേപ്ഡ് ട്യൂബിനെ ഇൻവെർട്ട് ചെയ്ത ഒരു ട്യൂബ്, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഈ സിങ്കും കോപ്പറും തമ്മിൽ ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത ആ ഒരു ഏരിയ ആണ്. ആനോഡ് സിങ്കും കാഥോഡായിട്ട് കോപ്പറുമാണ് ആക്ട് ചെയ്യുന്നത്. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇതിനെയാണ് നമ്മളൊരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇതൊരു ഫുൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം. ഇതിലെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ അതിനെ ഹാഫ് സെൽ എന്ന് പറയും. അതുപോലെ കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാഥോഡ് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു ഹാഫ് സെല്ലാണ്. അപ്പൊ രണ്ട് ഹാഫ് സെല്ലുകൾ ചേർന്നാണ് ഈ ഒരു ഫുൾ സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡാനിയൽ സെല്ലിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കാഥോഡ് കോപ്പറാണ്, കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ രണ്ട് ഹാഫ് സെല്ലുകളുടെ കോമ്പിനേഷൻ ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് വോൾട്ട് മീറ്റർ ഉണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇഫ് യു ആർ കൺസിഡറിങ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ, ദ ആനോഡ് ഈസ് നെഗറ്റീവ്. ആനോഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ പറയുന്നത് ആനോഡിനെ ലെഫ്റ്റ് സൈഡിലും കാഥോഡിനെ റൈറ്റ് സൈഡിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതൊരു ജനറൽ ട്രെൻഡ് ആയിട്ട് ഇപ്പൊ IUPAC അംഗീകരിച്ചിട്ടുണ്ട്. സോ ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ആനോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ലെഫ്റ്റ് സൈഡ് ആൻഡ് കാഥോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ റൈറ്റ് സൈഡ്. ഈ ഒരു ജനറൽ ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പൊ ഡാനിയൽ സെൽ, സോ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, copper rod dipped in copper sulfate solution, and the two solutions are connected by means of an inverted U-shaped tube, and that is called salt bridge. And a voltmeter is used to measure the potential difference, and the anode is minus charge and the cathode is positively charged. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാനിയൽ സെല്ലിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ റിയാക്ഷൻസും ഇവിടുത്തെ കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ അപ്പോൾ ഈ ആനോഡിലേക്ക് വന്നാൽ, ആനോഡ് ഇവിടെ സിങ്ക് ആണ്. ആനോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു ഇലക്ട്രോ കെമിക്കൽ സെൽ എടുത്തു കഴിഞ്ഞാൽ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ റിമൂവലാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ പോക്കാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു സ്പീഷീസിൽ നിന്ന് നഷ്ടമാവുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്ന ഇലക്ട്രോണിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ആനോഡിലെ റിയാക്ഷനിലേക്ക് വരുന്നു. അറ്റ് ആനോഡിലെ നമുക്കറിയാം ഓക്സിഡേഷൻ ആണ് പ്രോസസ്.
ഇവിടെ ആദ്യം സംഭവിക്കുന്നത് ആനോഡിൽ ഓക്സിഡേഷൻ. നമുക്കറിയാം ഇവിടെ ഇപ്പൊ ആനോഡ്, ഡാനിയൽ സെല്ലിന്റെ കാര്യത്തിൽ ആനോഡ് സിങ്ക് ആണ്. അപ്പൊ ഈ സിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിങ്ക് 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ അത് സിങ്ക് 2+ ആയിട്ട് മാറുന്നു, +2 ഇലക്ട്രോൺ. ഇതാണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പൊ സിങ്ക് ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. അപ്പൊ ആ ഇലക്ട്രോൺ ഈ വയറിലൂടെ കയറി ഇറങ്ങി ഈ പറയുന്ന രണ്ടാമത്തെ ഹാഫ് സെല്ലായിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പം ഇലക്ട്രോണിന്റെ ട്രാവലിംഗ് ഈ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ. അപ്പം ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം സിങ്ക് ടു കോപ്പർ. സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം പറയാൻ പറ്റും, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. സോ കറണ്ട് ഫ്ലോയിങ് ഫ്രം കോപ്പർ ടു സിങ്ക് അല്ലെങ്കിൽ കാഥോഡ് ടു ആനോഡ്, ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, സിങ്ക് ഇലക്ട്രോണുകളെ കളയുന്നു. അപ്പൊ ആ ഇലക്ട്രോൺ കാഥോഡിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അപ്പം ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ്, അല്ലെങ്കിൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇവിടെ നമുക്ക് കാഥോഡിലേക്ക് വരാം. അറ്റ് കാഥോഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ റിഡക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഥോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡിൽ നടക്കുന്ന റിഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം, ആനോഡ് ഈസ് ദ ഇലക്ട്രോഡ് ഇൻ വിച്ച് there is ഓക്സിഡേഷൻ takes place ആൻഡ് കാഥോഡ് ഈസ് ദ ഇലക്ട്രോഡ് ഇൻ വിച്ച് there is റിഡക്ഷൻ takes place. അപ്പൊ കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, കോപ്പർ അല്ല റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ സൊല്യൂഷനകത്തുള്ള ഈ സിങ്ക് വിട്ടുകളയുന്ന ഇലക്ട്രോൺ ഈ വയറിലൂടെ കയറി ഇറങ്ങി ഈ സൊല്യൂഷനിൽ വരുന്നു. അപ്പൊ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ്. അക്വസ് കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. കോപ്പർ 2+ SO4 2- ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം, ഈ ഇലക്ട്രോലൈറ്റിനകത്തുള്ള കോപ്പർ 2+ അയോണുകൾ സിങ്ക് കളയുന്ന 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, കോപ്പർ 2+ ഫ്രം ദാറ്റ് സൊല്യൂഷൻ, ഈ സൊല്യൂഷനിൽ നിന്നുള്ള കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ഹാപ്പൻ ചെയ്ത ഇലക്ട്രോഡാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ്. അപ്പൊ സിങ്ക് 2+ ആയിട്ട് മാറുന്നു ആനോഡിൽ, അതേസമയം കാഥോഡിൽ കോപ്പർ 2+ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, കോപ്പറായിട്ട് മാറുന്നു. അപ്പൊ ഓക്സിഡേഷനുമായി റിഡക്ഷനുമായി. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഓക്സിഡേഷനും റിഡക്ഷനോട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഓവറോൾ സെൽ റിയാക്ഷൻ കിട്ടുന്നത്. ആ ഓവറോൾ സെൽ റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓക്സിഡേഷനും റിഡക്ഷനോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ആവുന്നത്. സോ നമുക്ക് ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ, ഈ ഇക്വേഷനെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടാം, റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടാം. അപ്പൊ നമ്മൾ കൂട്ടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയിട്ട് ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ you are getting overall cell reaction as this is the equation, zinc plus copper 2+ gives Zn2+ plus copper. This is the final equation and this is the redox reaction. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സ്പീഷീസുകളെ ആഡ് ചെയ്യുന്നു, ഇലക്ട്രോൺ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ Zn plus Cu2+ gives Zn2+ plus copper എന്ന് പറയാൻ പറ്റും. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ ദിസ് ഈസ് ഓവറോൾ സെൽ റിയാക്ഷൻ ഓർ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന ഓവറോൾ സെൽ റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഡാനിയൽ സെല്ല് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ജനറൽ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡാനിയൽ സെല്ലിനെ പരിഗണിക്കുന്നത്. സോ ഏത് ഇലക്ട്രോ കെമിക്കൽ സെൽ എടുത്താലും ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ആനോഡിന് മൈനസ് സൈൻ ആയിരിക്കും, കാഥോഡിന് പോസിറ്റീവ് സൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ആനോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും, കാഥോഡിൽ റിഡക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റുകളുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജും ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു സെല്ല് തരുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഇ സെൽ എന്ന് പറയുന്നത്. ഇ സെൽ ഒരു സെല്ലിന്റെ വോൾട്ടേജ്, ഇതിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നും പറയാം. കുറെ കഴിഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് ഗീവ് എ പൊട്ടൻഷ്യൽ ഓഫ് 1.1 വോൾട്ടേജ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡാനിയൽ സെല്ല് നമുക്ക് തരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ് ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ സെൽ റിയാക്ഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഡാനിയൽ സെല്ല് നമുക്ക് തരുന്ന സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് 1.1 വോൾട്ടേജ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ
മനസ്സിലാക്കേണ്ടത്, ഒരു ഡാനിയൽ സെല്ല് പഠിക്കുന്ന വഴി നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഏകദേശ സ്ട്രക്ചർ മനസ്സിലാക്കി. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ. ആനോഡിനെയാണ് ആദ്യം കാണുന്നത്, കാഥോഡിനെയാണ് രണ്ടാമത് കാണുന്നത്. അങ്ങനെയാണ് IUPAC കൺവെൻഷൻ അനുസരിച്ച് സാധാരണ നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ആനോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, കാഥോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. എപ്പോഴും ഓർക്കണം, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. ഇനി ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ വിശദീകരണം അടുത്ത ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആനോഡിന്റെയും കാഥോഡിന്റെയും സൈനൊക്കെ ഡിഫറന്റ് ആവാം. ഇപ്പം നമ്മൾ പഠിക്കുന്ന ശ്രദ്ധയോടെ പഠിക്കുക ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും കുട്ടികൾക്ക് എക്സാമിനേഷന്റെ സമയത്ത് തിരിഞ്ഞു പോകുന്ന 1-2 കാര്യങ്ങളാണ്. ആനോഡിൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, ആനോഡിന്റെ സൈൻ എന്താണ്, കാഥോഡിന്റെ സൈൻ എന്താണ്, ആനോഡിനെ എവിടെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ കാഥോഡിനെ എവിടെയാണ് വെക്കുന്നത്, ഇതൊക്കെ തിരിയാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ പഠിപ്പിച്ചു തരാം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ABCD നമുക്കറിയാം. ആ ഒരു ഓർഡറിൽ A കഴിഞ്ഞ് B കഴിഞ്ഞാണ് C വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടറിയാം A കഴിഞ്ഞാണ് C വരുന്നത്. അപ്പൊ അത് വെച്ചൊന്ന് ഓർക്കുക, ആനോഡാണ് ആദ്യം വരുന്നത്, A ആണ് ആദ്യം വരുന്നത്, പിന്നീട് C ആണ്. അപ്പൊ ആനോഡ് കഴിഞ്ഞിട്ടേ കാഥോഡ് വരുന്നുള്ളൂ, അത്രയും മനസ്സിലാക്കാം. അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്താൽ A കഴിഞ്ഞ് C, ആനോഡ് കഴിഞ്ഞ് കാഥോഡ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആനോഡിൽ എപ്പോഴും നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു കോഡ് പഠിക്കുന്നു, ആനോക്സ് എന്നും റെഡ് ക്യാറ്റ് എന്നും. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആനോക്സ് ആൻഡ് റെഡ് ക്യാറ്റ്. ആനോക്സ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ ഓക്സിഡേഷൻ, അതുപോലെ റെഡ് ക്യാറ്റ് കാഥോഡിൽ റിഡക്ഷൻ. അപ്പൊ ആനോക്സ് എന്നും റെഡ് ക്യാറ്റ് എന്ന് ഓർത്താൽ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ആണെന്ന് മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങൾ. അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുമ്പോൾ A ആദ്യം പിന്നെ C. അതുപോലെ ആനോക്സും റെഡ് ക്യാറ്റും, ആനോഡിൽ ഓക്സിഡേഷൻ കാഥോഡിൽ റിഡക്ഷൻ, അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് നമ്പർ, അത് കഴിഞ്ഞ് 0, പിന്നെ പോസിറ്റീവ് നമ്പർ. ആദ്യം നെഗറ്റീവ് നമ്പറാണ്. അപ്പൊ നോക്കി, ആദ്യം ആനോടാ വരുന്നത്, അതിന് നെഗറ്റീവ് സൈൻ, പിന്നെ പോസിറ്റീവ് സൈൻ. അപ്പൊ നമ്പർ ലൈനിന്റെ ആ സീക്വൻസ് ഓർത്താലും നമുക്ക് ഈ സൈനെ നന്നായിട്ട് ഓർക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഏത് ഇലക്ട്രോ കെമിക്കൽ സെൽ എടുത്താലും ആദ്യം വരുന്നത് ആനോഡ്, പിന്നെ വരുന്ന കാഥോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ ആനോക്സ് എന്നും പറയാം, കാഥോഡിൽ റിഡക്ഷൻ ആണ് റെഡ് ക്യാറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ആനോഡിന് നെഗറ്റീവ് സൈൻ ആയിരിക്കും, കാഥോഡിന് പോസിറ്റീവ് സൈൻ ആയിരിക്കും. നമ്പർ ലൈൻ വെച്ചിട്ട് അത് പറയാം, ആദ്യം നെഗറ്റീവ് നമ്പർ പിന്നെ പോസിറ്റീവ് നമ്പർ. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ സംബന്ധിക്കുന്ന പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡാനിയൽ സെല്ലിന്റെ സിറ്റുവേഷൻ. ഇത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് സോൾട്ട് ബ്രിഡ്ജും അതിന്റെ ഫംഗ്ഷനും. നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് യൂസസ് ഓർ ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പൊ നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പം സോൾട്ട് ബ്രിഡ്ജ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു യു ഷേപ്പ് ഉള്ളൊരു ട്യൂബ്, അതിനെ നമ്മൾ കമഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് പൊസിഷനിലേക്ക് വരുന്നു. അപ്പൊ മലയാളത്തിലെ റാ പോലെ ഇരിക്കും. അങ്ങനെ ഇൻവെർട്ടഡ് യു ഷേപ്ഡ് ട്യൂബിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജിൽ നോർമലി നമ്മൾ ഇനർട്ടായിട്ടുള്ള ചില ഇലക്ട്രോലൈറ്റുകളെയൊക്കെ ഫില്ല് ചെയ്യാറുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ്, അങ്ങനെയൊക്കെയുള്ള പൊട്ടാസ്യം ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ഇനർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളെ ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ട് ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഒരു സെല്ലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ സോൾട്ട് ബ്രിഡ്ജ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കേസ് എടുത്തപ്പോൾ കോപ്പർ സൾഫേറ്റും സിങ്ക് സൾഫേറ്റും പരസ്പരം മിക്സ് ആവാതെ ആ സർക്യൂട്ടിനെ സോൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിത്തൗട്ട് മിക്സിംഗ് ദ ടു സൊല്യൂഷൻസ്. രണ്ട് സൊല്യൂഷനുകളും പരസ്പരം കൂടിക്കലരാതെ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നു വിത്തൗട്ട് മിക്സിംഗ് ദ ടു സൊല്യൂഷൻസ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഷോർട്ടായിട്ട് LJP എന്ന് പറയുന്നു, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് അതിന്റെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിന് ഓക്സിഡേഷന് വിധേയമാകാനും റിഡക്ഷന് വിധേയമാകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കുന്നു, അതിനകത്തോട്ട് ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇലക്ട്രോഡിനെ സംബന്ധിച്ച് അതിന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതേ സമയത്ത് ഈ അക്വ സൊല്യൂഷനിൽ ഈ ഇലക്ട്രോലൈറ്റിനകത്തുള്ള അയോണുകൾക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ലിക്വിഡിന്റെയും മെറ്റലിന്റെയും ഇന്റർ ജംഗ്ഷനിൽ, ആ ഒരു ജംഗ്ഷനിൽ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെയാണ് LJP എന്ന് ഷോർട്ടായിട്ട് പറയും. ദാറ്റ് ഈസ് കോൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. The potential difference arises between the metal and the electrolyte at the interjunction. ആ ഇന്റർജംഗ്ഷനിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ സെല്ലിന് അപകടകരമാണ്. അപ്പൊ സെല്ലിന്റെ വർക്കിംഗ്
ഫംഗ്ഷനെ അത് ബാധിക്കുന്നു. ഇത് അവോയ്ഡ് ചെയ്യാൻ, ഈ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അവോയ്ഡ് ചെയ്യാനും നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടഡ് യു ഷേപ്ഡ് ട്യൂബ് കണ്ടെയ്നിങ് ഇനർട്ട് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് KNO3, KCl എക്സെട്ര. ഈ KNO3, KCl എന്ന് പറഞ്ഞ ഇനർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളാണ്. ഇവര് ആ ഓൾറെഡി ആ സെല്ലിനകത്തുള്ള ഇലക്ട്രോലൈറ്റുകളെ ശല്യം ചെയ്യില്ല. അതുകൊണ്ടാണ് അവരെ ഇനർട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ഇപ്പൊ നമ്മൾ അഗർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഏതെങ്കിലും വാസലിൻ പോലെ ജെല്ല് ലൈക്ക് സബ്സ്റ്റൻസിലാണ് ഈ ഇലക്ട്രോലൈറ്റിലെ ആ ട്യൂബിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഒരു ഇൻവെർട്ടഡ് യു ഷേപ്ഡ് ട്യൂബാണ്. അതിനകത്ത് ഇനർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ കാണും. അതൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിലാണ് അത് ആ ട്യൂബിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ കേസ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അവോയ്ഡ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ 3 മെയിൻ ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോ വൺസ് അഗൈൻ, വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ, നമ്പർ 1, ഇറ്റ് അവോയ്ഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിത്തൗട്ട് മിക്സിംഗ് ദ 2 ഇലക്ട്രോലൈറ്റ്സ്. നമ്പർ 3, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇത്രയുമാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മുടെ കാര്യം മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത് എക്സാമിനേഷന്റെ ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ഡാനിയൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആശയങ്ങളിലേക്ക് പോകാം. ഡാനിയൽ സെല്ലുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്, NCERT ടെക്സ്റ്റിൽ പറയപ്പെടുന്ന 1-2 ആശയങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഡാനിയൽ സെല്ലിന്റെ ആനോട് കാതോട് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് റിവേഴ്സിബിൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പിക്ചോറിക്കലായിട്ട് 1-2 പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ തിയറിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഡാനിയൽ സെല്ല് നമുക്ക് തരുന്ന സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് 1.1 വോൾട്ടേജ് ആണ്, 1.1 വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഡാനിയൽ സെല്ല് നമുക്ക് തരുന്ന കറണ്ട് ആണ്, നമ്മൾ പുറത്തുനിന്ന് ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡാനിയൽ സെല്ലിന് അങ്ങോട്ട് കൊടുക്കുന്നു, നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ അതിനെ 3 രീതിയിൽ കേസായിട്ട് തിരിക്കാം. ഫസ്റ്റ് കേസിൽ ഡാനിയൽ സെല്ല് തരുന്ന വോൾട്ടേജ്, നമുക്ക് ഇങ്ങോട്ട് തരുന്ന വോൾട്ടേജ് 1.1 വോൾട്ട് ആണ്. നമ്മൾ അതേ വോൾട്ടേജ് തന്നെ ഡാനിയൽ സെല്ലിന് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്താൽ ഒരു കറണ്ടും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണും ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യില്ല. I = 0 ആയിരിക്കും. അപ്പം നോ കറണ്ട് ഓർ ഇലക്ട്രോൺ ഈസ് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്, അങ്ങനെ പറയാൻ പറ്റും. അപ്പം എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ, വെളിയിൽ നിന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1.1 തുല്യമാണെങ്കിൽ നമ്മൾ ഡാനിയൽ സെല്ലിന് അങ്ങോട്ട് കൊടുക്കുക പൊട്ടൻഷ്യൽ, ഡാനിയൽ സെല്ലിന് ഇങ്ങോട്ട് തരുന്ന 1.1 ആണ്, ആ പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുത്താൽ I = 0 എന്ന് പറഞ്ഞ കണ്ടീഷനാവും. എൻട്രൻസ് എക്സാമിനേഷൻ ഓർത്തിരിക്കണം. അപ്പം ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് തരുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്താൽ ഒരു കറണ്ടും ആ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ആ സെല്ലിലൂടെ ഫ്ലോ ചെയ്യില്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒന്നും ഫ്ലോ ചെയ്യില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനും ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ്. ഇനി അതേസമയം നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഇപ്പൊ ഡാനിയൽ സെല്ലിന്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ 1.1 കൂടി നിൽക്കുന്നിരിക്കട്ടെ. അപ്പം നമ്മൾ എക്സ്റ്റേണലി പുറത്തുനിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട് ആണെങ്കിൽ, നമ്മൾ ഇപ്പം നോർമലി സെല്ല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ പോകുന്നു, അതുപോലെ കോപ്പറിൽ നിന്ന് സിംഗിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഒരു റിയാക്ഷൻ അങ്ങ് തിരിയുന്നു. അപ്പൊ കോപ്പറിൽ നിന്ന് സിംഗിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. നേരത്തെ സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് ആയിരുന്നെങ്കിൽ, നോർമൽ വർക്കിംഗ് സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത വോൾട്ടേജ് 1.1 വോൾട്ടേജിൽ കൂടുതലൊരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്താൽ കണ്ടീഷനാണ് കോപ്പറിൽ നിന്ന് സിംഗിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. അപ്പം കറണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് പോകും. ഇങ്ങനെ ഒരു റിയാക്ഷനാണ്. ഇനി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് 1.1 വോൾട്ടിൽ താഴെയാണെങ്കിൽ, നമ്മൾ ചെറിയൊരു വോൾട്ടേജ് ആണ് ആ ഡാനിയൽ സെല്ലിന് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, സെൽ എങ്ങനെയാണോ നോർമലി വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് പറയാം സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ പോകുന്നു, അത് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വരും. ഇതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അപ്പം 3 കണ്ടീഷനാണ്. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിന് ഈക്വൽ ആകാം, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 കൂടുതലാകാം, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 താഴെയാകാം. ഈ 3 കണ്ടീഷൻ. അപ്പൊ അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെൽ ഇവിടെ നമ്മൾ ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ നോക്കിയപ്പോൾ അത് 1.1 വോൾട്ടേജ് ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ 1.1 വോൾട്ടേജ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കണം അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ആ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ 3 കണ്ടീഷൻ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1.1 വോൾട്ട് ആണ്. ഡാനിയൽ സെല്ലിന്റെ കാര്യത്തിൽ 1.1 വോൾട്ട് ആണ് ഡാനിയൽ സെല്ല് തരുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത പൊട്ടൻഷ്യൽ 1.1 തുല്യമാണെങ്കിൽ I = 0 ആയിരിക്കും. നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ കറണ്ട്, ഇലക്ട്രോണുകളോ കറണ്ടോ ഒന്നും ഫ്ലോ ചെയ്യില്ല. അതാണ് എക്സാക്ട്ലി, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 തുല്യമാവുകയാണെങ്കിൽ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 കൂടുതലാണെങ്കിൽ ദ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ്, സെൽ എങ്ങനെയാണോ വർക്ക് ചെയ്തിരിക്കുന്നത് ആ റിയാക്ഷൻ റിവേഴ്സ് ആകുകയും ചെയ്യുന്നു.
അപ്പം അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 താഴെയാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കറണ്ട് കുറഞ്ഞിരുന്നാൽ ഇപ്പം നോർമലി സെൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഇവിടെ ഇപ്പൊ ഡാനിയൽ സെല്ലിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇപ്പൊ ഇലക്ട്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത്രയും 3 കണ്ടീഷനാണ് ഡാനിയൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ശരി.